ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മളെ ആ ബോച്ചേട്ടി വാങ്ങണൻ്റെ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യേണ്ട രൂപ എങ്ങനെയാണെന്ന് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ അതൊന്ന് കാണിച്ചു തരികയാണ്. നേരെ ഗൂഗിളിൽ പോവുക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇങ്ങോട്ട് ഇവിടെ പോയിട്ട് ബോച്ചേട്ടി എന്നടിച്ചു കൊടുക്കുക. അങ്ങനെ പോയാൽ ഇവിടെ ബോച്ചേട്ടി എന്ന് കാണും, അതിലടിച്ചു കൊടുക്കുക. അങ്ങനെ ബോച്ചേട്ടി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അത് ഒരിക്കൽ ഇതിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് സൈൻ ഔട്ട് ചെയ്യട്ടെ. ഇത് ലോഗ് ഔട്ട് ചെയ്ത് അപ്പോൾ ഇങ്ങനെയാണ് വരിക. നിങ്ങളെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ രജിസ്റ്റർ എന്ന് കാണുമ്പോൾ രജിസ്റ്റർ അതിൽ പോവുക. ഇതിൽ പോയിട്ട് നേരെ സൈനപ്പ് എന്ന് കണ്ടില്ലേ ഇവിടെ അടിയിൽ, അതിൽ പോവുക. പേരടിച്ചു കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക. ആദ്യം ഇവിടെ പേരടിച്ചു കൊടുക്കുക, ഉമ്മർ കക്കാട്ടിൽ അടിച്ചു കൊടുത്ത് മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. പാസ്വേഡ് അടിച്ചു കൊടുക്കുക. പാസ്വേഡ് അടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ഒരു വലിയ അക്ഷരം കൊടുക്കുക, പിന്നെ ഒരു ചെറിയ അക്ഷരം കൊടുക്കുക, പിന്നെ 1 2 3 4 5 6 കൊടുക്കുക, പിന്നെ ഒരു വലിയ അക്ഷരം കൊടുക്കുക, പിന്നെ ഒരു ചെറിയ അക്ഷരം കൊടുക്കുക, പിന്നെ അറ്റ് എന്നോ ഹാഷ് എന്നോ കൊടുക്കുക. നമ്മൾ കൊടുത്ത പാസ്വേഡുകൾ കറക്റ്റ് ആയാൽ ഇതാ ഇതിൽ ഈ 1 2 3 4 ഈ 5 എണ്ണത്തിലും ടിക്ക് വരും. ഈ ടിക്കുകൾ വന്നാൽ നമ്മൾ കൊടുത്ത പാസ്വേഡ് എന്തായി, ഓക്കെ ആയി എന്നാണ് കാണിക്കുന്നത്. ഇനി ഇവിടെ നമ്മളെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. കൊടുത്തേ. ഇനി നമ്മളെ സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. കേരള എന്ന് കാണാം അവിടെ, കേരള. വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ പാസ്വേഡ് സേവ് ഇടുന്ന് കൊടുക്കുക. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ ഒരു ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കണം. നോക്കട്ടെ, ഒരു മിനിറ്റ് ഇപ്പോൾ പറഞ്ഞുതരാം. ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കണമല്ലോ അല്ലേ, അത് ഓർമ്മ ഉണ്ടായില്ല. അപ്പോൾ ആധാർ കാർഡിൻ്റെ നമ്പറാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്, അത് കൊടുക്കുക. 94 77 41 18 90 40. ഇതെവിടെ കൊടുത്തപ്പോൾ അതുവരെ 94 77 41 18 90 40. ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുത്ത് രജിസ്റ്റർ എന്നടിച്ച്. അപ്പോൾ ഈ മൊബൈൽ നമ്പർ ആൾറെഡി രജിസ്റ്റേർഡ് എന്നാണ് കാണിക്കണത്. അപ്പോൾ ഞാൻ ഈ മൊബൈൽ നമ്പർ വെച്ചിട്ട് ഒരിക്കൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് അങ്ങനെ കാണിക്കണത്. അപ്പം ഇനി വേറെ ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട് ജസ്റ്റ് ആ നമ്പറൊന്ന് മാറ്റി കൊടുത്താൽ മതി. ഇതിപ്പോൾ അപ്പോൾ ഈ മൊബൈൽ നമ്പർ ഞാൻ ഒരിക്കൽ യൂസ് ചെയ്തത് കൊണ്ടാണ് അത് കയറാത്തത്. അപ്പോൾ ഞാൻ ആ നമ്പറൊന്ന് മാറ്റി കൊടുക്കുകയാണ്. നമ്പർ മാറ്റി കൊടുത്ത് ഇനി രജിസ്റ്റർ എന്നടിക്കുക.
ഇപ്പം നമ്മളെ മൊബൈലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ഞാൻ എൻ്റെ മൊബൈൽ ഓഫാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഓണായി വരണം ഇനി, എന്നാലേ ഇപ്പോൾ അതിൻ്റെ OTP എത്രയെന്ന് അറിയുള്ളൂ. മൊബൈലിലേക്ക് ഒരു OTP വന്നിരിക്കണ ഒന്ന് നോക്കട്ടെ കേട്ടോ. അതാണ് എത്ര ടൈം. മൊബൈൽ ഓഫാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഒന്ന് ഓണായി വരട്ടെ. തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് 561 OTP വന്നിക്കണം. ഇനി സബ്മിറ്റ് OTP എന്നടിക്കുക. ഇപ്പോൾ സൈറ്റ് ഓപ്പൺ ആയിട്ടോ. ഇപ്പം എന്തായി? സൈറ്റ് ഓപ്പൺ ആയി. ഇനി നിങ്ങൾ നേരെ ചെയ്യേണ്ടത് ഈ പ്രൊഡക്റ്റ് എന്നതിൽ പോവുക. പ്രൊഡക്റ്റ് എന്നതിൽ പോയിട്ട് നമ്മൾക്ക് ഇവിടെ 3+1 എത്രയെന്നാണ് ചോദിക്കണത് പോലെ. അപ്പം 4 അടിച്ചു കൊടുക്കുക. അപ്പം അത് ശരിയായി. ഇവിടെ ടിക്ക് വന്ന്. ഇനി അതിൻ്റെ അടിയിൽ കാണുന്ന ഈ ഒരു കള്ളി ഉണ്ടല്ലോ, ഇതും ടിക്ക് ചെയ്യുക. ബൈ നോ എന്നടിക്കുക. ബൈ നോ എന്നടിച്ചിട്ട് നമ്മളിവിടെ ഈ സബ്മിറ്റ് എന്ന് കാണാം, അതടിക്കുക. ഇതടിച്ചാൽ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. കറക്റ്റ് അഡ്രസ്സ് തെറ്റാതെ ഇവിടെ അടിച്ചു കൊടുക്കുക. ഇത് നമ്മളെ പോസ്റ്റൽ കോഡ് അടിച്ചു കൊടുക്കുക. 82 കേരള, ഇന്ത്യ. ഒക്കെ ശരിയായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടിയിൽ പോയിട്ട് നേരെ ഇവിടെ UPI എന്ന് കാണാം. അതിൽ പോവുക. നമ്മളെ UPI ID എത്ര വെച്ച് ഇവിടെ കൊടുക്കുക. നമ്മളെ UPI ID എത്രയെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടത്തിൻ്റെ അടിയിൽ കൊടുക്കണം. നമ്മൾ UPI ID എന്ന് ഞാൻ എൻ്റെ എത്രയെന്നോ നോക്കട്ടെ. നോക്കിയിട്ട് പിന്നെ ഇപ്പോൾ പറഞ്ഞുതരാം. UMER KAKTTIL പിന്നെ ഒരു നടുവിലൊരു വര 2 പിന്നെ അറ്റ് OKAXIS കൊടുത്ത് ഇതുവരെ കൊടുത്തൊക്കെ അവിടെ പോയപ്പോൾ UMER കക്കാട്ടിൽ പിന്നെ ഒരു വര പിന്നെ അറ്റ് പിന്നെ ഇവിടെ കൊടുക്കേണ്ടത് അറ്റ് എന്നുണ്ട്. OKAXIS എന്ന് കൊടുത്ത് ഇത് നമ്മൾ കോപ്പി ചെയ്യണം ശരിക്ക്. ഇത് ഞാൻ പിന്നെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പം നേരെ ഇവിടെ QR കോഡ് എന്നുണ്ടല്ലോ, അതിൽ പോവുക. നേരെ മേലെ QR കോഡ് എന്നുണ്ടല്ലേ, ഈ QR കോഡ് അപ്പം അങ്ങനെ ഓണായി വരും. അപ്പം നേരെ നമ്മൾ എന്ത് ചെയ്യുക? ഗൂഗിൾ പേ ഓപ്പൺ ആക്കുക. ഗൂഗിൾ പേ ഓപ്പൺ ആക്കിയിട്ട് ഈ ഇത് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തിട്ടോ ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ. അപ്പോൾ ഞാൻ സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്ത് ഇപ്പോൾ ഒരു 40 ഉറുപ്യ നിങ്ങൾക്കും വേണ്ടിയിട്ട് അപ്പോൾ ഈ 40 ഉറുപ്യ ചിലവാക്കുന്നത്. അതായത് നമുക്കൊന്നും കിട്ടുമൊന്നുമില്ല. അപ്പം ഞാൻ ആ പൈസ അയച്ച് കഴിഞ്ഞാൽ
ദാ പൈസ അയച്ച് ദാ ഓക്കെ സക്സസ്ഫുൾ എന്ന് കാണിക്കും. ഇപ്പോൾ നമ്മൾ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളിട്ടോ. ഇപ്പോൾ ഇത് ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് പറയാം. ആദ്യം കുറച്ച് സബൂർ എടുത്തിട്ട് ഈ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് അതേപോലെ ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും.